ഹലോ, എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉള്ളത് അസീസി ഹോളിസ്റ്റിക് റിസർച്ച് സെന്റർ പാണാവള്ളി, ആലപ്പുഴയിലെ ഒരു സ്ഥലമാണ്. ഇവിടെ മെയിനായിട്ട് അക്യുപഞ്ചർ ചികിത്സാ രീതിയാണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇവിടുത്തെ സിസ്റ്റർ ഡോക്ടർ ഫിലോമിനായിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഇവിടെ നമുക്ക് സെറാജ് എന്ന് പറഞ്ഞൊരു ബെഡാണ്. ഇത് ആക്ച്വലി ഫുൾ ബോഡി മസാജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ സിസ്റ്റർ പറയുന്നതായിരിക്കും. ഇത് നല്ല കോസ്റ്റ്ലി ആണ് ട്ടോ. 4 lakhs ഒക്കെ ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ഇങ്ങനെ വെറുതെ കിടന്നാൽ നമുക്ക് ബാക്ക് പെയിന്, സെർവിക്കൽ പെയിന്, പിന്നെ ലെഗ് പെയിൻ ഒക്കെ വരില്ലേ, അപ്പൊ കിടക്കുന്ന സ്ഥലമാണ്. ഒരു അരമണിക്കൂർ കിടക്കണം. ഇതിൽ ആളെ കെടുത്തിട്ട് ജസ്റ്റ് മെഷീൻ ഓൺ ചെയ്താൽ മതി. മെഷീൻ ഓൺ ചെയ്ത് പ്ലഗ് ഓൺ ചെയ്താല് ഇത് ഫുൾ ബോഡി മസാജ് ആണ്. ഫുൾ ബോഡി എന്ന് പറഞ്ഞാൽ അപ്പർ ലിംബിൽ ആദ്യം കിട്ടും, പിന്നെ നമ്മൾ ലോവർ ലിംബിലേക്ക് തിരിച്ചു കിടത്തും. അപ്പത്തേക്ക് ഇതാണ് 4 ബോള്. ഇത് ബോളാണ്. ഈ ബോള് നമ്മൾ ബാക്കിൽ വെച്ച് കൊടുക്കുമ്പോ ഇതിങ്ങനെ ഓടും. ശരി. അടിയിലൊരു ബോൾ ഉണ്ട്, ഇത് നമ്മുടെ വയറിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. ബാക്കിലും ബോൾ ഇങ്ങനെ ഫുൾ കറങ്ങിക്കൊണ്ടിരിക്കും. നല്ലൊരു വൈബ്രേഷൻ ഉണ്ടാവില്ല. നല്ല വൈബ്രേഷൻ ചെയ്ത് നമുക്ക് ബാക്ക് പെയിനൊക്കെ നല്ലതാ. ബാക്ക് പെയിൻ, സെർവിക്കൽ പെയിൻ, നെക്ക് പെയിൻ, ഇത് ലെഗ് പെയിൻ ഒക്കെ നല്ലതാ. 2 പ്രാവശ്യം കൊണ്ട് നല്ല വ്യത്യാസം വന്നു. ഓക്കെ. ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ഫിസിയോതെറാപ്പിയും കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. ഇത് ഫിസിയോതെറാപ്പി സെൻ്ററാണത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ, ഈ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെ ഫിസിയോതെറാപ്പിയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും നമ്മുടെ ഡിസബിൾ ആയിട്ടുള്ള പേഷ്യൻസിന് എല്ലാവർക്കും, പിന്നെ എമിപ്ലീജിയ, പാരാപ്ലീജിയ, അങ്ങനെ കുട്ടികൾക്ക് ഉണ്ട്. ആക്സിഡൻറ്റ് വരുന്ന കേസുകൾക്ക് നമുക്ക് ഫിസിയോതെറാപ്പി നല്ലവണ്ണം ചെയ്യുന്നത്. ഇപ്പോൾ ഈ സമയം ഇവിടെ ഇല്ല, അത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഹോസ്പിറ്റലിൽ 2 സ്റ്റോറി ബിൽഡിംഗ് ആണ്. ഇതിൽ നമുക്ക് താഴെ തന്നെ ഒരു 10-20 ആളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മേലെയും അത്ര തന്നെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ AC, നോൺ AC, സിംഗിൾ, ഡബിൾ അങ്ങനെ റൂമുകളാണ് നമുക്ക് വരുന്നത്. പിന്നെ ഓരോ സ്റ്റേഷനിലും നഴ്സ് സ്റ്റേഷനുണ്ട്. പിന്നെ റൂമുകളാണ്. ഓരോ റൂമുകൾ നമുക്ക് സിംഗിളാണെങ്കിൽ സിംഗിൾ റൂം നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഡബിൾ റൂം, AC വേണവർക്ക് AC, അങ്ങനെയുള്ള റൂമുകളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് മേലെ നമുക്ക് റൂമുകളുണ്ട്. മേലെ സ്റ്റെപ്പുള്ളൂ, നമുക്കിവിടെ ലിഫ്റ്റ് ഇല്ല. ഒരു ഫസ്റ്റ് ഫ്ലോർ മാത്രമേ ഉള്ളൂ. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ അങ്ങനെയുള്ളൂ. അപ്പോൾ ഇവിടെയും നമുക്ക് റൂംസ് അവൈലബിൾ ആണ്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ പോയാൽ നമുക്ക് താഴെ നമുക്ക് റോഡ് സൈഡിലെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ലിഫ്റ്റില്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ഇങ്ങനെ സ്ലൈഡിങ് ഉണ്ട്. നമുക്കതിൽ കൂടെ താഴേക്ക് ഇറങ്ങാം. നമ്മൾ വീൽ ചെയറിലൊക്കെ വരുന്ന ആളുകൾക്ക് നമുക്കങ്ങനെ താഴേക്ക് ഇറങ്ങാം. ഹലോ, ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങള്. ഓക്കെ. ഇവിടെ ഞാനിപ്പോൾ അക്യുപഞ്ചറിന്റെ ചികിത്സാ രീതിയെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ എത്ര വർഷമായി ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഈ ഹോസ്പിറ്റല് ആദ്യം അലോപ്പതി ഹോസ്പിറ്റലായിരുന്നു. പിന്നെ നമ്മള് ഡിസബിലിറ്റി ഉള്ള ലൊക്കേഷനാണിത്. അതുകൊണ്ട് ഞങ്ങള് ആ സ്ഥലത്തിലേക്ക് അങ്ങോട്ട് നീക്കിക്കൊണ്ട് വന്നു. കാരണം ധാരാളം ഓട്ടിസം പിള്ളേരും ഡിസബിലിറ്റി ആയിട്ടുള്ളത്, മെന്റൽ ട്രാഡിഷൻ ആണ് കൂടുതൽ ഈ ലൊക്കാലിറ്റിയിലുള്ളത്, അസീസി ഈ പരിസരത്തുള്ളത്. ശരി. ഇത് ആക്ച്വലി ഇത് എവിടെയാണ് ഈ സ്ഥലം? ഇത് അസീസി ഹോളിസ്റ്റിക് ആണ്. ഇത് പാണാവള്ളി, എന്താ പറയാ, തൃച്ചാറ്റുകുളം എന്ന് പറയും. ഇത് ഏത് ജില്ലയാണ്? ഇത് ആലപ്പുഴ ജില്ല. ഓക്കെ. ആക്ച്വലി ഞാനൊരു ബിഹേവിയർ തെറാപ്പിസ്റ്റ് ആണ്. ഞാൻ ബഹ്റൈനിലെ ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. 10-12 വർഷമായിട്ട് വർക്ക്. അപ്പൊ എനിക്ക് ഓട്ടിസം കുട്ടികളെ പറ്റി കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അങ്ങനെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഓട്ടിസം കുട്ടികളുടെ എന്താ പറയാ, അവര് ഹൈപ്പർ ആക്ട് അങ്ങനെ അതെല്ലാം പെട്ടെന്ന് ഇങ്ങനെ റെഡ്യൂസ് ആയി വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ ഡിസബിലിറ്റി ആയിട്ടുള്ള കുട്ടികൾക്കാണ് ഒത്തിരി മെന്റൽ ട്രാഡിഷൻ അത് നന്നായിട്ട് ഉള്ളവര് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സ്പീച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ
അക്യുപഞ്ചർ മെയിനായിട്ടുണ്ട്. ഉം. അതിനോടനുബന്ധിച്ച് ഫിസിയോതെറാപ്പി ഉണ്ട്, സ്പീച്ച് തെറാപ്പി, അങ്ങനെ തെറാപ്പികൾ എല്ലാ തെറാപ്പികളും ഇവിടെ മാത്രമായിട്ടാണ്. കൊടുക്കുന്നുണ്ട്. ഫുൾ ബോഡി മസാജ് അങ്ങനെ എല്ലാം കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ കൂടുതലും നമുക്ക് കിട്ടിയേക്കുന്ന റിസൾട്ട് ഓട്ടിസത്തിനാണ്. അത് ശരി. ഓട്ടിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ എനിക്കറിയാം കുറെ. ചെറിയ മൈൽഡ് ഡിസബിലിറ്റി. അവർ ചിലപ്പോൾ അവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടാവില്ല, വേർഡായിട്ട് പറയാൻ പറ്റില്ല, അവര് എന്താ പറയാ, അങ്ങനെയുള്ള കുറെ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളാണ് ഇവിടെ കൂടുതൽ വരുന്നത്. പിന്നെ അവർക്ക് പഠിച്ചാൽ ഇങ്ങനെ ബുദ്ധിക്ക് ഓർമ്മ നിൽക്കുന്നില്ല, പിന്നെ എന്തെങ്കിലും കൈയിനോ കാലിനോ നടക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയുള്ള പല തരത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ് കൂടുതൽ ഇവിടെ തെറാപ്പിക്കായിട്ട് വരുന്നത്. ഓട്ടിസം നമ്മൾ പറഞ്ഞു കൊടുക്കണത് മാത്രമല്ല, പാരന്റ്സിനും മനസ്സിലാവണില്ല അവരുടെ കുട്ടികൾ ആർക്കും ഐഡന്റിഫൈ ചെയ്യണം. മാത്രമല്ല ഐഡന്റിഫൈ ചെറുതായി അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അത് കുഞ്ഞായിരിക്കുമ്പോ തന്നെ ഈ കുട്ടികളെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. അതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് അവരെ ഈ ഫീൽഡിൽ നമ്മുടെ ശരിക്കും നല്ല കുട്ടികളെ പോലെ എത്തിക്കാൻ പറ്റുന്നുണ്ട്. കാരണം 2 മാസമുള്ളപ്പോ കുഞ്ഞ് അമ്മയുടെ പാല് കുടിക്കുമ്പോ നമ്മുടെ മുഖത്ത് നോക്കണം. 4 മാസം ആകുമ്പോഴത്തേക്കും കുട്ടിയുടെ കഴുത്തുറക്കണം. ഒരു 8 മാസം ആകുമ്പോ കുഞ്ഞ് പിടിക്കാനും ഒക്കെ തുടങ്ങണം. അങ്ങനെയൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. എൻ്റെ അടുത്ത് വന്ന അമ്മമാര് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവൻ 1 വയസ്സ് വരെ സംസാരിച്ചിരുന്നു, ഇപ്പൊ സംസാരിക്കണില്ല. അങ്ങനെയല്ല, അവര് ഗ്രാജുവലി അവര് 3 വയസ്സ് കഴിയുമ്പോൾ അവര് സ്റ്റോപ്പായി പോകും. കാരണം ഇതിന് ഏറ്റവും ഏർലി ഇന്റർവെൻഷൻ നമ്മൾ എത്രയും പെട്ടെന്ന് ഇത് മനസ്സിലാക്കി അത്രയും അതിന് ഗുണം കിട്ടും. നമുക്ക് കുഞ്ഞിലെ തന്നെ 1 മാസം ആകുമ്പോ 2 മാസം ആകുമ്പോൾ നമുക്ക് ഒബ്സർവേഷൻ കൊണ്ട് മനസ്സിലാക്കി എടുക്കണം കുഞ്ഞുങ്ങൾ ഇതാണ്. പക്ഷെ മനസ്സിലാക്കിയാൽ ഒരു പറയണത് പാരന്റ്സ്, ഗോഡ് പാരന്റ്സ് പറയണത് ശരിയായിക്കൊള്ളും, അവൻ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് പോകണമുണ്ട്. കാരണം ഇത് ന്യൂറോളജിക്കൽ പ്രോബ്ലം ആണ്. തലച്ചോറിലെ വൈകല്യങ്ങളും ഘടന വ്യത്യാസങ്ങളൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ. അപ്പൊ കുഞ്ഞുങ്ങള് ഇത് കുറെ ശ്രദ്ധിക്കാതിരുന്നാല് അവർ കൂടുതലായി ഇവർ ഹൈപ്പറിലേക്ക് പോയി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടേക്ക് നമുക്ക് കൊടുക്കാനുള്ളത് ഇപ്പൊ ഈ ഓട്ടിസം ആയിട്ട് ഇപ്പൊ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ, കുറെ കാര്യങ്ങൾ നമ്മൾ അതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ADHD, അവര് ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള, അവര് അറ്റൻഷൻ ഡെഫിഷ്യൻസി ആണ്. പിന്നെ അവർക്ക് എന്താ പറയാ, ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹൈപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് നോക്കുന്ന പേരൻസിന് അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. നമ്മൾ സാധാരണ ഒരു കൊച്ച് നമ്മൾ പറയുന്ന അനുസരിച്ച് അവിടെ ഇരിക്കും, നടക്കും, കെടുക്കും, നമ്മൾ പറയുന്നത് അനുസരിക്കും. ഈ കൊച്ചുങ്ങൾ 1 മിനിറ്റ് നേരം അവര് ഇരിക്കില്ല, എപ്പോഴും ഇങ്ങനെ നടന്നും. നമുക്ക് ആ പേരൻസിന്റെ സങ്കടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നോർമൽ ഒരു കൊച്ചു എന്തെങ്കിലും ഒരു കുറുമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരും. ഇങ്ങനത്തെ ഒരു കൊച്ചിനെ കിട്ടിയിട്ട് അവരെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആ പേരൻസിനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അപ്പൊ അങ്ങനത്തെ ഉള്ള കൊച്ചുങ്ങൾ ഇവിടെ വന്നിട്ട് അവര് നോർമൽ സ്റ്റേജിലേക്ക്, എന്ന് വെച്ചാൽ എപ്പോഴും ഹൈപ്പറായിട്ട് ഈ കൊച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ സംസാരിച്ചുകൊണ്ടിരിക്കും, നിർത്തില്ല. അതുപോലെ എവിടെയെങ്കിലും ഓടിച്ചാടി ഒരിക്കലും ഇരിക്കില്ല, അങ്ങനെ ചാടി നടക്കുക, അതെടുക്കുക ഇതെടുക്കുക, അങ്ങനെ ആകെ പാരൻസിനെ ഒരു ബുദ്ധിമുട്ടാക്കി അവരുടെ ഒരു അങ്ങനത്തെ ഉള്ള അവസ്ഥയിലേക്കുള്ള കുട്ടികൾ ഇവിടെ വന്നിട്ട് സിസ്റ്റർ അത് ട്രീറ്റ് ചെയ്തിട്ട് അത് ഓൾമോസ്റ്റ് നോർമൽ ലെവലിലേക്ക്, കാരണം ആ ഹൈപ്പർ എന്നുള്ള നിലയിൽ നിന്ന് അതിൻ്റെ ഒരു ഏകദേശം ഒരു നോർമൽ സ്ഥിതിയിലേക്ക് എത്തിയിട്ടുള്ള കുറെ അനുഭവങ്ങളുണ്ട് സിസ്റ്ററിന്. അപ്പൊ ഇവർക്ക് എന്താണ് സിസ്റ്റർ ഇവിടെ ചെയ്യുന്ന ഒരു തെറാപ്പി? ഞാൻ ആദ്യം തന്നെ നമ്മൾ വരുമ്പോഴത്തേക്കും ഈ കുട്ടികളെയും കൊണ്ടുവരുമ്പോൾ അവര് പാരൻസിന്റെ ആ വിഷമതകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് സംസാരിച്ച് നമ്മൾ കൊടുക്കും. കാരണം അത്ര സങ്കടത്തിലൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ ഈ കുഞ്ഞ് ഇതാണ്. പക്ഷെ നമ്മൾക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറിയ ചെറിയ വ്യത്യാസം നമ്മൾ പറയുള്ളൂ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ കാണുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവർക്ക് നല്ല സന്തോഷമായി. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഞാൻ ഏകദേശം 2 വർഷമൊക്കെ വേണ്ട, എന്നാലും നമ്മൾ കുറച്ച് മുന്നോട്ടിട്ട് പറയുള്ളൂ. കാരണം എല്ലാവരും ഇപ്പൊ ശരിയാവുമെന്ന് പറഞ്ഞാൽ അല്ല, ഇങ്ങനത്തെ മെന്റൽ റിട്ടാർഡേഷൻ ഉള്ളവരൊക്കെ. പക്ഷെ ആദ്യത്തെ വ്യത്യാസങ്ങൾ കാണുമ്പോൾ അവർക്ക് വളരെ കോഴ്സോട് തന്നെ, കോഴ്സ് എന്ന് പറഞ്ഞാൽ 12 ദിവസമാണ് ഞാൻ കൊടുക്കുന്നത്. ഇവിടെ ദൂരെയുള്ളവർ വന്നിട്ട് നമുക്ക് അഡ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, ഫുഡുണ്ട്, ക്യാൻറ്റീൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാത്തിനും ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് ഓടി നടന്ന് കളിക്കാനും അവരുടെ പാരൻസിനാണെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മള്
ഈ കുട്ടികൾ പാരൻസിന് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ കൊച്ചുങ്ങളുടെ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ 12 ദിവസം ഇങ്ങനെ കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് വ്യത്യാസം കാണുന്നതുകൊണ്ട് ഇപ്പൊ ഇവർക്ക് കൊടുക്കുന്നത് സിസ്റ്റർ അക്യുപഞ്ചർ അതാണോ? അക്യുപഞ്ചർ കൊടുക്കും. പിന്നെ വേണമെങ്കിൽ തെറാപ്പി ആയിട്ട് വെറ്റ് കപ്പ് ചെയ്യും, ഫയർ കപ്പ് ചെയ്യും, മോക്സ കൊടുക്കും, കളർ തെറാപ്പി കൊടുക്കും, അങ്ങനെ എല്ലാ തെറാപ്പികളും അവർക്ക് കൊടുക്കും. അപ്പൊ ഒരു കോഴ്സ് ഇവിടെ പറയുന്ന സിസ്റ്റർ 12 ദിവസമാണ്. അപ്പൊ ആ 12 ദിവസം നമ്മളിപ്പോ ദൂരത്തുനിന്നൊക്കെ വരുന്നവർക്ക് ഇവിടെ താമസിക്കാനുള്ള 19 പേഷ്യന്റിന് ഇവിടെ താമസിക്കാല്ലേ? അപ്പൊ ഒരു 19 പേഷ്യന്റിന് ഇവിടെ ഒരേ സമയം താമസിക്കാനും പിന്നെ ഫുഡൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തരും. പിന്നെ അങ്ങനെ നമ്മളിപ്പോ ഒരു സുഖവാസത്തിനല്ല, ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു ഇതില് അങ്ങനെയുള്ളതായ ഓൾമോസ്റ്റ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ സിസ്റ്റർ കൊടുക്കുന്നുണ്ട്. എല്ലാം പ്രാർത്ഥിക്കാൻ സൗകര്യം അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു അന്തരീക്ഷങ്ങളും എല്ലാം ഉള്ളത് ഒരു നല്ലൊരു അന്തരീക്ഷമായിട്ട് ഇരിക്കും. പക്ഷെ നമ്മള് ഈ പേരൻസിന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ഓരോ പ്രാവശ്യം വരുമ്പോൾ ഇവര് സന്തോഷത്തിലാണ് വരുന്നത്. ആരും ദുഃഖിതരായിട്ടല്ല പോകുന്നില്ല. കാരണം ഇപ്പൊ നമ്മള് ഇപ്പൊ ഇത്ര നാള് നമ്മള് എന്തെങ്കിലും ചെയ്തിട്ട് ഒരു റിസൾട്ടും കിട്ടാതെയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങനെ വന്ന് ഏകദേശം ഒരു 10 ദിവസം 12 ദിവസമായിട്ട് അവർ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവർക്ക് അതിന്റെ മാറ്റങ്ങള് ടൈമിലെടുക്കും റിസൾട്ട് കിട്ടുന്നതിന്. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ ഇവിടെ വന്ന് ചികിത്സ ചെയ്തു, അപ്പൊ തന്നെ നമുക്ക് റിസൾട്ട് കാണില്ലേ? നമ്മൾ അത് കഴിഞ്ഞൊരു 10-12 ദിവസം വീട്ടിൽ പോയില്ല. പിന്നെ ആ കൊച്ചുങ്ങളില് വന്നവർക്കാർക്കും ഇങ്ങനെ ഒന്നും കിട്ടാതെ ദൈവത്തിന്റെ അനുഗ്രഹമാണ്, ഒന്നും കിട്ടാതെ വല്ല കുറവ് കുറച്ച് അവർക്ക് അതിന്റെ വ്യത്യാസങ്ങൾ കാണാം. അത് നമ്മള് 2 വർഷം പറഞ്ഞാലും അതിന് മുന്നേ തന്നെ 1 വർഷം ഇപ്പൊ വേറെ കുട്ടികളുടെയൊക്കെ നമ്മൾ പറയണമെങ്കിൽ ഓരോരുത്തര് ഒന്ന് ഒരേ കാര്യം സന്തോഷത്തോടെ പറയുമ്പോഴാണ് നമുക്ക് അതിന്റെ സന്തോഷം. ഓട്ടിസം പറഞ്ഞ കുട്ടികളെ നമ്മള് ശ്രദ്ധിച്ചില്ല എങ്കിൽ അവര് വീണ്ടും ആ സീറോ സ്റ്റേജിലേക്ക് അവർ പോകും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു തെറാപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റർ അവരെ കൺസൾട്ട് ചെയ്തിട്ട് അവരോട് പറയും ഇത്ര സിറ്റിങ്ങിന് നിങ്ങൾ വരണം, അപ്പോൾ ഓൾമോസ്റ്റ് ഇതാവുമെന്ന് പറയും. അപ്പൊ അതേപോലെയാണ് സിസ്റ്ററിനെ കൺസൾട്ട് ചെയ്ത് സിസ്റ്റർ പറയും എത്ര സിറ്റിംഗ് കൊണ്ട് കുട്ടിക്ക് ഒരു വിധം നമുക്ക് ഒരു നോർമൽ സ്റ്റേജിലാവുന്ന. ഡിസബിലിറ്റി എല്ലാവർക്കും ഞാൻ ഒരു ഇത് വെച്ചേക്കുന്ന 2 ഇയേഴ്സ് എന്തായാലും 2 ഇയേഴ്സ് ഇപ്പൊ നമുക്ക് ഒരു ടെസ്റ്റ് മണി കേൾക്കാം. നേരത്തെ ഞാൻ കുറെ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. അവരെല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ പറയണത് എന്തായാലും മാറ്റങ്ങള് ഒത്തിരി വ്യത്യാസങ്ങള് കണ്ടു. അപ്പൊ നമ്മൾക്ക് അതിനെ പറ്റിയിട്ട് ഒരു ചെറിയ ഒരു ടെസ്റ്റ് മണി നമുക്ക് കേൾക്കാം. അതിന്റെ പാരന്റ്സ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. സിസ്റ്റർ എന്താ ഈ ചേട്ടന് സംഭവിച്ചേ? ഇത് സ്ട്രോക്ക് വന്നതാ. എത്ര കൊല്ലായി സ്ട്രോക്ക് വന്നിട്ട്? 1 വർഷം 2 മാസം. അത് ശരി. അപ്പൊ നിങ്ങക്ക് അന്ന് സംസാരിക്കാനും നടക്കാനും ഒന്നും പറ്റിണ്ടായില്ല? സംസാരിക്കാൻ പറ്റിയായിരുന്നു, പക്ഷെ നടക്കാൻ പറ്റില്ലായിരുന്നു. ശരി, നടക്കൂലായിരുന്നല്ലേ? കുറച്ച് നടക്കായിരുന്നു, പക്ഷെ അത് കാലിങ്ങനെ വീശി അങ്ങോട്ട് അങ്ങ് പോവും. അത് ശരി, അങ്ങനെയായിരുന്നു. ഇവിടെ വരുമ്പോ ഇങ്ങനെ ഇത്രയും പോവുമായിരിക്കും, പിന്നെ അതെടുത്ത് വലിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടാണ്. അത് ശരി. ഇവിടെ എത്രാമത്തെ ടൈമാ വരുന്നത്? രണ്ടാമത്തെ കോഴ്സ്. ഓക്കെ. ഇപ്പൊ നിങ്ങക്ക് മുട്ടുമടക്കാൻ പറ്റുന്നുണ്ട്? മുട്ടുമടക്കൊണ്ട് നടക്കുമ്പോ പിന്നെ റിലാക്സ് ആയി. അത് ശരി. അത് ശരി. കൈ ഇത്ര നിവർന്ന് ഇങ്ങനെ ഇരുന്നതാ, കയ്യാ നിവർന്നു. പിന്നെ കുഞ്ഞു വിരല് ബലം ചെറുതായിട്ട് വരും, ടൈം എടുക്കും എന്തായാലും. സ്ട്രോക്ക് വന്നോണ്ട്. ജോലി എന്താണെന്ന് പറഞ്ഞ വാർക്കപ്പണിയായിരുന്നു. അപ്പൊ അവിടെ നിന്ന് പറ്റിയതാണ്. അത് ശരി. അല്ല, അവിടെ തന്നെ പണി സ്ഥലത്ത് വെച്ചാണ്. പ്രഷർ കൂടിയപ്പോഴാണ് സ്ട്രോക്ക് വന്നത്. അപ്പൊ രാത്രിയാണ് വന്നതല്ലേ? പകല്. അത് അങ്ങനെ ഇരുന്ന് പോയാ അല്ലെങ്കിൽ മുഖം കോടി പോയി. എന്നിട്ട് വേറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തായിരുന്നോ? അവിടുന്ന് നാക്കിന്റെ അടിയിൽ ഒരു മരുന്ന് തന്നു. അവിടുന്ന് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നില്ല നൂറേൻ്റെ, അവിടുന്ന് അവർ ഫ്ലൈറ്റ് ഹോസ്പിറ്റലിലേക്ക് ഒക്കളാൻ പോയി. അവിടുന്ന് ആസ്റ്റർ മെഡിസിറ്റി ചെന്ന് അവരുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവർ പറഞ്ഞു ഫിസിയോതെറാപ്പി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് ചെയ്തിട്ട് ഈ കാലിങ്ങനെ മടങ്ങുന്നില്ലായിരുന്നു, നടക്കാൻ പ്രയാസമൊക്കെ ആയിരുന്നു.
വിടങ്ങാൻ മാത്രല്ല കാല് അങ്ങോട്ട് പോകും. കാല് മടങ്ങാത്തോണ്ട് വീശിയായിരുന്നു നടന്നോണ്ട്. അപ്പൊ റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് പിന്നെ അതിങ്ങനെ എടുക്കാൻ പാടാ. അങ്ങനെ ഭയങ്കര പ്രയാസപ്പെട്ട് എടുത്തോണ്ടാ അവിടെ വന്നത് അല്ലേ. ഇവിടെ വന്നാൽ പിന്നെ അതൊക്കെ ഒത്തിരി മാറ്റം വന്നു, നടപ്പിൽ വ്യത്യാസം വന്നു. രണ്ടാമത്തെ പ്രാവശ്യം സ്റ്റെപ്പൊക്കെ കയറാൻ പറ്റുന്നുണ്ട്. സ്റ്റെപ്പ് കയറാൻ കാലും മടങ്ങുന്നുണ്ട്. ഇമ്പ്രൂവ്മെന്റ് ആയി. ഒത്തിരി മാറ്റമുണ്ട്. അതിലെ കാല് നിലത്ത് ഉറപ്പിക്കും. 12 ദിവസം ആണ് ഒരു ട്രീറ്റ്മെന്റ്, ഒരു കോഴ്സ് കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഒരു 10 ദിവസം ഗ്യാപ്പ് കൊടുത്ത് പിന്നെ വരും. കാല് മടങ്ങുന്ന നിലത്ത് കുത്തനെ അറിയില്ലായിരുന്നു നേരത്തെ. ഇപ്പൊ ഇവിടെ വന്ന് ഉണ്ടായില്ലായിരുന്നു. പക്ഷെ ആദ്യത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ കാല് ഉറപ്പിച്ച് നിർത്താൻ പറ്റും. നേരത്തെ നമുക്ക് പേടിയായിരുന്നു, ഒരു ബാലൻസ് ചെയ്ത് ഒരു വടി കുത്തിയാ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ അത് ആദ്യത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ വടി ഉപേക്ഷിച്ചു. ആള് നല്ല സഹകരിക്കണുണ്ടോ നമ്മുടെ ട്രീറ്റ്മെന്റിന് ഭയങ്കരമായിട്ട് സഹകരിക്കാണ്ട്. അതെ 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 അതെ. ഇന്നത്തെ ട്രീറ്റ്മെന്റ് അപ്പൊ ഞാൻ പറഞ്ഞൊരു ടെസ്റ്റ് മണി കേൾക്കാന്ന്. അപ്പോൾ ഒരു ഓട്ടിസം കുട്ടിയുടെ ഒരു പാരന്റ് ആണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ കൊച്ചിനെ എത്ര വയസ്സ് മുതലാണ് നിങ്ങൾ ഈ കൊച്ചിന് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? ഒരു 3 വയസ്സായിട്ടും മോൻ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മള് പീഡിയാട്രീഷ്യനെ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഓട്ടിസ്റ്റിക് ആണ്, ADHD ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ തന്നെ ഒരു 2 വർഷത്തെ തെറാപ്പി, ഒക്കുപേഷൻ തെറാപ്പി, സ്പീച്ച് തെറാപ്പി ആണ് കൊടുത്തത്. എന്നിട്ടും അത്രയധികം വ്യത്യാസമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങള് യൂട്യൂബിൽ നിന്നാണ് അക്യുപഞ്ചറിനെ പറ്റി മനസ്സിലായിട്ട് നമ്മളിവിടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഹൈപ്പർ ആക്ടിവിറ്റി ആയിരുന്നു, തീരെ അടങ്ങിയിരിക്കില്ലായിരുന്നു, ഒട്ടും നമുക്ക് പിടിച്ചു നിർത്താൻ തന്നെ പറ്റില്ലായിരുന്നു. ഓടിക്കൊണ്ടിരിക്കും. പിന്നെ തീരെ ഐ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല, സംസാരം, ഇന്ററാക്ഷൻ ഒന്നുമില്ല. സിസ്റ്ററിനറിയാതെ നന്നായിട്ട് എങ്ങനെയാണ് വന്നത്. കാരണം തെറാപ്പി 2 വർഷത്തോളം തെറാപ്പി കൊടുത്തിട്ടും അങ്ങനെ കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറെ സെൻസറി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പല്ല് തേക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. കുറച്ചിങ്ങനെ ഹാർഡ് ആയിട്ടുള്ള നട്ട്സ് പോലെയുള്ളതൊന്നും ഐ കോണ്ടാക്ട് ഇല്ലായിരുന്നു, തീരെ ഇല്ലായിരുന്നു. സംസാരിക്കുമ്പോഴൊന്നും മുഖത്ത് നോക്കുവോ ശ്രദ്ധിക്കുവോ ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല. ഇപ്പൊ ഒരുപാട് വ്യത്യാസം. ഇപ്പൊ സെൻസറി ഇഷ്യൂസ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാന്ന് തന്നെ പറയണം. പിന്നെ സംസാരം അത്യാവശ്യം നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് സിസ്റ്ററിനോട് കൂടുതൽ ചോദിക്കാം, ഇവൻ വരുന്നതിലും ഇപ്പൊ എത്ര വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അത് പാരന്റ്സിന് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. അതെ, അതുകൊണ്ടാ പിന്നെ നമ്മൾ വരുന്നത്. ഓരോ കോഴ്സ് കഴിയുമ്പോഴും നമുക്ക് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഒരു സഡൻ ആയിട്ട് ഒരു വ്യത്യാസം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നുവാണ്. അയ്യോ, ഇങ്ങനെ ഒരു വ്യത്യാസം വന്നു. ഇവന് എന്ത് തെറാപ്പിയാണ് ആദ്യം കൊടുത്തത്? കുട്ടികൾക്ക് കൊടുക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ ഞങ്ങള് അതുപോലെ മാനേജ് പിടിച്ച് ഞങ്ങള് നിർത്തി അവന് കൊടുക്കും. 20 മിനിറ്റ് കൊടുക്കും. അവനും അത് നീഡില് മാത്രമേ അവന് പേടിയുള്ളൂ, സ്റ്റിമുലേഷനും കൂടി കൊടുക്കും. അപ്പൊ അവന് പേടിയൊന്നുമില്ല. നമ്മൾ ഈ നീഡില് എല്ലാവർക്കും പേടിയാണ്. ഇവർക്കാണെങ്കിൽ ഭയങ്കര, പാരന്റ്സിനാണ്, നമുക്കറിയാലോ പാരന്റ്സിന്റെ ദുഃഖങ്ങള്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മള് പിടിക്കുമ്പോഴൊക്കെ അവർക്ക് വിഷമമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് പിന്നെ ഇവര് പാരന്റ്സ് സഹിച്ചെന്നുള്ളതാണ്. പക്ഷെ ഇവര് ആ കറക്റ്റ് ടൈമില് കുഞ്ഞിനെ എത്തിച്ചു. അത്രയും വ്യത്യാസങ്ങള് കൊച്ചിന് 3 വയസ്സിൽ എനിക്ക് അതിൽ നേരത്തെ കിട്ടിയാൽ നല്ലതാണ്. അറ്റ്ലീസ്റ്റ് 3 വയസ്സിലാണ് ഈ കുട്ടികൾ പിന്നെ അവരുടെ ലോകത്തിലേക്ക് പോവുകയാണ്. ഈ അവരുടെ ലോകത്തിലേക്ക് പോയെന്നാൽ തന്നെ അവര് സാധനം ഇങ്ങനെ അവരുടെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടൊക്കെ വെക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നെ ഈ ലോകത്തിൽ അവരില്ല, അവരുടെ ലോകത്തിലേക്ക് ആ കറക്റ്റ് ഇൻ ടൈമിൽ അവർ വന്നതുകൊണ്ട് നമുക്ക് ഇവനെ അത്രയും രക്ഷപ്പെടുത്താൻ പറ്റി. ഇപ്പൊ ഇന്ററാക്ട് ചെയ്യണത് കൊണ്ടാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. എന്താ വേണ്ടത് മോനെ? എന്താ വേണ്ടത്? എനിക്ക് സമോസ വാങ്ങിത്തരാം. ഓക്കെ, ഗുഡ് ബോയ് അല്ലേ? ഗുഡ് ബോയ്.
രണ്ട്. രണ്ട്. ഓക്കെ, നല്ല കുട്ടി. അതുകൊണ്ട് ഇവനല്ലേ ഈ കുഞ്ഞിനെ ഇങ്ങനെ എന്തെങ്കിലും പറയും നമ്മള് ഭയങ്കര ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ എനിക്ക് എന്തെങ്കിലും ചികിത്സ ചെയ്ത് അതിന്റെ റിസൾട്ട് നമുക്ക് കാണുമ്പോൾ പാരന്റ്സിന്റെ സന്തോഷം, അത് ചികിത്സിച്ച ആളുടെയും സന്തോഷം കാണുമ്പോ ഇത് മീനിങ് ഫുൾ ആയിട്ട് സംസാരിക്കാന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു വലിയ കാര്യമാണ്. എന്ത് ഒരു വേർഡ് ആയാലും ഒരു സെന്റൻസ് ആയാൽ പോലും മീനിങ് ഫുൾ ആയിട്ട് അവൻ റെസ്പോണ്ട് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ചോദ്യം ചോദിക്കും. അത് ചോദ്യം ചോദിക്കുന്നതും ഒരു സഡൻ ചേഞ്ച് ആയിരുന്നു. പെട്ടെന്നാണ് അവൻ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയത്. ഇതെന്താണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയാൽ പോലും ഇതെന്താണെന്ന് ചോദ്യം. ഫസ്റ്റ് അവന് ഇതെന്താ അമ്മയെന്ന് ചോദിച്ചപ്പോൾ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതാ. അപ്പൊ അതുപോലെ ഞാൻ ഇവരോടും പറഞ്ഞേക്കുന്ന 2 വർഷത്തെ കോഴ്സാണ് ഇപ്പൊ. പക്ഷെ അത്ര ആയില്ല, അതിനു മുമ്പ് ഇവൻ എഴുതാൻ തുടങ്ങിയെന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ശരിക്കും പിടിച്ച് 4 ലൈനിൽ നല്ലോണം എഴുതും. മാത്തമാറ്റിക്സ് അഡിഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യും. 100 വരെ കണ്ടിന്യൂസ് എഴുതും. ഗുഡ് ബോയ് ആയില്ലോ. ഒരുപാട് എല്ലാ കോൺസെപ്റ്റും അസെൻഡിങ്, ഡിസെൻഡിങ്, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, അതുപോലുള്ള കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആണ് ആൾക്ക്. ഇംഗ്ലീഷ് വേർഡ്സ് കൂട്ടി വായിക്കാൻ, 3 ലെറ്റർ വേർഡ്സ് ഒക്കെ കൂട്ടിയിട്ട് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സ്കൂളിൽ പോകുന്ന നോർമൽ സ്കൂളില് അത്രയും ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ആൾക്കാരെയും ഐഡന്റിഫൈ ചെയ്യും, രാവിലെ ഗുഡ് മോർണിംഗ് പറയും, എല്ലാ കുട്ടികളോടെല്ലാം വളരെ നല്ലതായിട്ട് ഇന്ററാക്ട് ചെയ്ത് ആണ് ചെയ്യുന്നത്. ഇപ്പൊ ഷാഡോ ടീച്ചറെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് അത് നിർത്താം. തന്നെ അവൻ ക്ലാസ്സിൽ ഇരിക്കാനുള്ള ഒരു ഇത് ആയിട്ടുണ്ട്, ഇത്രയും ഇതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പക്ഷെ അവന് എല്ലാം മെമ്മറിയിലുണ്ട്. ഈ പ്രാവശ്യം വന്നപ്പോഴും അവൻ ഇങ്ങോട്ട് കിടന്നപ്പോഴത്തേക്കും ഭയങ്കര സങ്കടം. അവന് മനസ്സിലാവും. നീഡിലെന്ന് പറയുമ്പോ കുട്ടിക്ക് എന്തായാലും നീഡില് കാണുമ്പോ ഒരു സങ്കടമാണ്. പക്ഷെ അതിന്റെ കോൺസിക്വൻസ് മനസ്സിലാക്കിയവർക്ക് ആ ഒരു വേദന ഒരു വേദനയല്ല. മനസ്സിലായി. ചെറിയ വ്യത്യാസം വന്നപ്പോഴേ സന്തോഷം തന്നെ തോന്നി. കാരണം ഓരോ വ്യത്യാസവും നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കാണല്ലേ. നമുക്കറിയാലോ ഇവന്റെ ഒരു പിയർ ഗ്രൂപ്പിലുള്ള കുട്ടികൾ ചെയ്യുന്നതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ഇവന് ഡെഫിഷ്യന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഇവൻ ഡിലേ ഉണ്ടായിരുന്നു, അതും ആയിട്ട് ഇപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഓൾമോസ്റ്റ് സെയിം ഒരു വർഷത്തെയൊക്കെ ഡിലേ ഉണ്ടാവും. പക്ഷെ അതിലൊരു കാര്യമില്ല. കാരണം നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് നമുക്കേ അറിയുള്ളൂ. അത്രയൊന്നും ഇല്ലാത്തന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വന്നത്. പേരൻസ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി അവര് ലീവ് എടുത്തേക്കുന്നല്ലോ. ഇതിനെപ്പറ്റി അറിഞ്ഞു ഇവിടെ അത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ്, ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് വന്നത്. ഇവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടെ താമസിക്കാൻ? ഇല്ലില്ല, വളരെ കംഫർട്ടബിൾ ആണ്, സേഫ് ആണ്, വളരെ സേഫ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. അതാ ഇപ്പൊ കൊച്ചെ ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ട്. അപ്പൊ മുമ്പ് ഇങ്ങനെയൊന്നല്ല, പിടിച്ചാ കിട്ടില്ല, ഇങ്ങനെ ഇറങ്ങി നടക്കലും ഓട്ടായിരുന്നു. ഇപ്പൊ നമുക്കൊരു ഇങ്ങനെ കുളമുണ്ട്, അതിനകത്താണ് അവന്റെ ജ്വരം. അങ്ങോട്ട് ഓടിപ്പോയിട്ട് അവൻ അതിനകത്തുനിന്ന് ഇറങ്ങാനും, പിന്നെ അതുകൊണ്ട് നമ്മള് അതൊക്കെ ഫിഷിനെ വളർത്തുന്നത്, അത് നോക്കിയിരിക്കാനും, അതിനകത്ത് ഇറങ്ങി അവൻ ഫിഷിനെ പിടിക്കാനൊക്കെ അത് 1 മിനിറ്റ് ഇല്ല. മമ്മി ഒരു ചൂണ്ട മേടിക്കണം. ഓക്കെ, നമുക്ക് മേടിക്കാം കേട്ടാ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മേടിക്കാം. അതാ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ അതിനെ പറ്റി പറഞ്ഞു, മീനെ മേടിക്കാം. അപ്പൊ അവൻ പറഞ്ഞു ചൂണ്ട മേടിക്കണം. അപ്പൊ അതൊക്കെ വളരെ ചേഞ്ചസ് ആണ്. ഒരു പാരന്റിനെ സംബന്ധിച്ച് കൊച്ചിന്റെ ഇമ്പ്രൂവ്മെന്റ് ആക്ച്വലി ഇങ്ങോട്ട് വന്നിട്ടാണ്, ഈ തെറാപ്പി ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഇവന് ഇങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. ആ ഒരു സന്തോഷമാണ് നമുക്ക് ഇവിടെ പാരന്റ്സിനെ കാണാൻ പറ്റുന്നത്. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തു കേട്ടോ. അവര് സങ്കടമാണെങ്കിലും ഹാർഡ് വർക്ക് ചെയ്തു. അതെനിക്കറിയാം. അവരുടെ ഹൃദയത്തിൽ നമുക്ക് പറയാതെ തന്നെ അറിയാവുന്ന കാര്യമല്ലേ. അവരുടെ ഹൃദയത്തിൽ എന്തുമാത്രം വേദനകൾ ഉണ്ടാവും ഒരു കുഞ്ഞ് ഡിസേബിൾ ആണെന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പൊ നമ്മൾ ഡിസേബിൾ ആയത് ആ പാരന്റ്സ് അതിനെ ആക്സെപ്റ്റ് ചെയ്യണം. ചെയ്തില്ലെങ്കിലാണ് എനിക്കും പറയാനുള്ളത് തന്നെയാണ്. ഞാൻ ഈ വീഡിയോ ഇടാനും കാരണം ഇത് തന്നെ. ഒത്തിരി പേര് എന്നോട് പറയുന്നുണ്ട്, സൃഷ്ടി ഞങ്ങള് അറിഞ്ഞില്ല, നേരത്തെ ഞങ്ങൾ അറിഞ്ഞില്ല. 8 വയസ്സ് 9 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് അതിന്റെ ക്യൂർ കാണാനും സാധിക്കുന്നുണ്ട് ചെറുതിൽ കൊണ്ടുവരുമ്പോൾ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ ഞാൻ ഒരിക്കലും ചെയ്യാനെന്ന് ആഗ്രഹിക്കണത്. പല പ്രാവശ്യം എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഈ ഓട്ടിസം കുട്ടികളെ ആയിട്ട് വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് നന്നായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പാരന്റ്സിന്റെ ഒക്കെ സങ്കടം കുറെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് നമ്മുടെ സിസ്റ്ററിനെ സമീപിച്ചാൽ മതി. ഇത് ആലപ്പുഴയിലെ പാണാവള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അസീസി ഹോളിസ്റ്റിക് റിസർച്ച് സെന്റർ. സിസ്റ്റർ ഡോക്ടർ ഫിലമിനാണ് ഇത് ചെയ്യുന്ന ഡോക്ടർ. പിന്നെ നമുക്ക് അന്തരീക്ഷം, ഞാൻ പറഞ്ഞില്ലേ, അന്തരീക്ഷം ഒരു നല്ല ശാന്തമായ അന്തരീക്ഷം, വളരെ കാം ആൻഡ് ക്വയറ്റ്.
സപ്പോർട്ടാണ്. ഇവിടെ മുഴുവനും സിസ്റ്റേഴ്സും സപ്പോർട്ടാണ് ഈ ഹോസ്പിറ്റലിൽ. നമ്മൾ അലോപ്പതി ഹോസ്പിറ്റലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ, ഇവിടെ ഈ ഡിസേബിളിന് വേണ്ടി കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും സാധാരണ സ്കൂളിൽ ഈ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളെ കൊണ്ട് ഇരുത്തിയപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നതുകൊണ്ട് ഞങ്ങൾ അത് മാറ്റിക്കൊണ്ട് ഡിസേബിൾ സ്കൂള് ഇവിടെ തുടങ്ങി. ഇവിടെ ഡിസേബിൾ ആയിട്ടുള്ള ഒരു സ്കൂൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളോ, ഡിസേബിൾ മാത്രമല്ല ഇവിടെ എന്ത് ചികിത്സയൊക്കെയാണ് ഇവിടെ സാധാരണ വെരിക്കോസ്, ലോ ബാക്ക് പെയിന്, സെർവിക്കൽ പെയിന്, എന്താണ് നീ പെയിൻ ഒരുപാട്. അതുപോലെ തന്നെ ഇത് മെന്റൽ ട്രാഡിഷൻ, CP കുട്ടികളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. CP അങ്ങനെ കുട്ടികൾക്കായതും വലിയ ആളുകൾക്കായതും എല്ലാത്തരം ട്രീറ്റ്മെന്റും ഉണ്ട്. അല്ല, ഇപ്പൊ ഞാൻ അവിടെ ഒരു ഹൈഡ്രോ തെറാപ്പി ഡീറ്റോക്സ് ഡീറ്റോക്സ് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻ അത് കളയും. നമ്മുടെ ശരീരത്തിലെ ലിവറാണുള്ള എല്ലാ ടോക്സിനും പിടിച്ചെടുക്കുന്നത്. ആ ലിവർ നമ്മുടെ കാൽവെള്ളയിലൂടെ പോകും. കാൽപാദത്തിൽ നമ്മുടെ എല്ലാ ഓർഗനും കിടപ്പുണ്ട്. ഹാർട്ട്, ലിവർ, സ്പ്ലീന്, കിഡ്നി, യൂറിനറി ബ്ലാഡർ എല്ലാം നമ്മുടെ കാൽവെള്ളയിൽ കിടപ്പുണ്ട്. അപ്പം നമ്മൾ കാല് വെച്ച്, അതൊരു ചൈനീസ് മെഷീനാണ്. അതുപോലെ ഫുൾ ബോഡി മസാജ് ഉണ്ട്. അങ്ങനെ കുറേ തെറാപ്പികളും കൂടി ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഇതേപോലെ എന്ത് അസുഖത്തിനും ഇവിടെ സിസ്റ്റർ അത് ചികിത്സിക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഇതിന് ഞാൻ ഈ വീഡിയോയുടെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ നമ്മൾ മാപ്പും എല്ലാം ഇടുന്നുണ്ട്, നമ്പറും ഇടുന്നുണ്ട്. പഠിച്ചതാണെങ്കിലും തന്നെ ഞാൻ ആദ്യം കൽക്കട്ടയിൽ പഠിച്ച്, അത് കഴിഞ്ഞ് തമിഴ്നാട്ടിൽ പഠിച്ച്, പല സ്ഥലത്തും ഞാൻ പഠിച്ച്. ഹോമിയോപ്പത്തിയും കൂടി ഉണ്ട്. ഞാൻ പിന്നെ ചൈനയിൽ പോയതാണ് ഞാൻ ഏറ്റവും വലിയ ഉപകാരം. ചികിത്സാ രീതി എല്ലാം പഠിച്ചത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനും പറ്റിയതും ഏത് കേസുകളും എനിക്ക് എടുക്കാൻ പറ്റിയതും ഈ ചൈനയിൽ ഞാൻ പോയതുകൊണ്ടാണ്. അപ്പൊ ഒരു ബൈ പറഞ്ഞേ, ബൈ ബൈ.